ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു 4 ബ്രെഡ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ്, പിന്നെ കസ്റ്റാർഡ് പൗഡർ. ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ മധുരം വേണമല്ലോ, അതിനുവേണ്ടി ഞാൻ മിൽക്ക് മെയ്ഡ് ആട്ടോ യൂസ് ചെയ്യുന്നത്. പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡും ആയിട്ട് യൂസ് ചെയ്യാം. രണ്ടും ഒരേപോലൊക്കെ തന്നെ. അപ്പോൾ അതിനുവേണ്ടി 4 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കാം. പാല് തിളയ്ക്കുമ്പോൾ തന്നെ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമുക്ക് കലക്കിയിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാൻ. മിൽക്ക് മെയ്ഡ് വലുതായിട്ട് വേവാനൊന്നും ഇല്ലല്ലോ, മധുരമല്ലേ. അപ്പം പിന്നെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു പരുവത്തിലാട്ടോ നമ്മുടെ മിൽക്ക് മിക്സ് ഇരിക്കുന്നത്. ഒരുപാട് കുറുക്കാൻ പാടില്ല, എന്നാൽ തീരെ പാലും ആകാൻ പാടില്ല. ചെറിയൊരു കുറുക്കം, എന്നാൽ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കാരണം നമ്മുടെ ഈ കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോഴും മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴും ഒക്കെ ചെറിയൊരു കുറുക്കം, എന്നാലേ ആ ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് കോരി കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബ്രെഡാണ്. ബ്രെഡ് വെച്ചാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ദോശക്കല്ല് എടുത്തിട്ട് ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോന്നോരോന്നായി നെയ്യിലോട്ടിട്ട് 2 സൈഡും ബ്രൗൺ കളർ ആവുന്നതിന് വരെ നമ്മളതൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതിട്ടിട്ട് എവിടെയും പോകരുത്, കാരണം ഇത് പെട്ടെന്ന് കരിയും. കാരണം നെയ്യും കൂടെ ഒഴിച്ചുകൊണ്ട് ബ്രെഡും അല്ലേ, പെട്ടെന്ന് കരിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് 1 മിനിറ്റൊക്കെ മതി ബ്രെഡൊന്ന് റെഡിയായി വരാൻ. ഗസ്റ്റൊക്കെ വന്ന് നിന്നാൽ തന്നെ ഒരു 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വിശന്ന് കരിയുമ്പോഴും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ ബ്രെഡെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് മിക്സ് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ ഷാഹി തുക്ഡ ഇവിടെ റെഡിയായി. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഡെസേർട്ടാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണല്ലോ, ഒരുപാട് സമയമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഗസ്റ്റൊക്കെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പാലിൽ ബ്രെഡ് കുതിർന്നിട്ട് ഈ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് ഈ നട്ട്സ് പൗഡർ എല്ലാം കൂടെ ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇത്. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ചേർത്താൽ മതി. എല്ലാം ഒന്നും ചേർക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഏതാണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചേർത്താൽ മതി. ബ്രെഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇതൊക്കെ തന്നെ എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും, അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ. അപ്പം ഒരു വട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.